ഹായ്, ഞാൻ ചിത്ര. ഒരു ഹായ് പറഞ്ഞേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളിപ്പോൾ ഒന്ന് ടെറസിൽ നടക്കാൻ ഇറങ്ങിയതാട്ടോ. വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി മുകളിൽ കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത്, ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ ഗീതു ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ആളുടെ ഹസ്ബൻഡ് ഉണ്ടാക്കിയിട്ടുള്ള ഡിഷൊക്കെ കിടുക്കാച്ചി സാധനങ്ങൾ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര കൊതിയായി, സത്യം പറഞ്ഞാൽ നല്ല കൊതിയായി. അപ്പോൾ അതുണ്ടാക്കി ഒരു ഡിന്നർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഷൊക്കെ റെസിപ്പിയൊക്കെ ചേച്ചി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈവനിങ് ചായ കുടിക്കാൻ പോവാണ്. ഇപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടില്ല. ഏട്ടാ, ചായ ആരുണ്ടാക്കും? അപ്പോൾ ഒരു ചായയൊക്കെ ആക്കി ചായ കുടിക്കുവാണ്. ഏട്ടനൊന്ന് ഓവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓവൻ സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് പഴയ മോഡലാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ അതിൽ നമ്മൾ ഗാർലിക് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാം. ബാക്കിയുള്ള സംഭവങ്ങൾ കിടക്കാച്ചിയാണ്. നോക്കാം ഓവൻ ഏത് അവസ്ഥയിലാണെന്ന് അറിയത്തില്ല. ഇതാണ് പഴയ മോഡൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 3 റെസിപ്പിയാണ് ചെയ്യുന്നത്. റെസിപ്പി ഞാനിങ്ങനെ ഓടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വൈറ്റ് സോസ് വിത്ത് ചിക്കൻ പാസ്ത പ്ലസ് ഗാർലിക് ബ്രെഡ് പ്ലസ് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ചൂട് പാലെടുത്തേക്കുവാണ്. ഒരു 1/4 കപ്പ് ചൂട് പാൽ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഈസ്റ്റാണ് കേട്ടോ. 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെക്കാം, ഒന്ന് ആക്ടിവേറ്റ് ആവട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, പിന്നെ 1 കപ്പ് മൈദ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇത് 2-3 തവണ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴയ്ക്കണം. അപ്പോൾ ഇത് പാത്രം കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ നമുക്കിത് സെറ്റാക്കി എടുക്കാം. കുറച്ചൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഒന്ന് എയർ ടൈറ്റ് ആയിട്ട് മാറ്റി വെക്കാം 2 മണിക്കൂർ കേട്ടോ. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ ബൗളിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത്രയും വലുതായിട്ടുണ്ട്. ഇത് ട്രിപ്പിൾ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഡോ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി പലകയിലോട്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോട്ടോ മറ്റോ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പൊടി വിതറി കൊടുത്തിട്ട്, മൈദപ്പൊടി തന്നെയാണ് കേട്ടോ, എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചൊക്കെ എടുക്കാം. എന്നിട്ട് നമ്മളിത് പരത്താൻ പോവാണ്. കൈവച്ച് തന്നെ പരത്തി എടുക്കാം കേട്ടോ. വെറുതെ ഇങ്ങനെ അങ്ങനെയൊക്കെ ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിങ്ങനെ ഒന്ന് കോട്ടിങ് പോലെ ഒരു ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മളിനി മൊസറല്ല ചീസാണ്, ഇത് ഗ്രേറ്റ് ചെയ്തതാണ്, ഇത് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ചില്ലി ഫ്ലേക്സ് ആണ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മേലേക്ക് ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അരികുണ്ടല്ലോ അതൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കൈവച്ച് ഒന്ന് ജോയിൻ ചെയ്ത് അത് അവിടുന്ന് പുറത്തേക്ക് പോകാണ്ടാക്കിയാൽ മതി. ബാക്കിയുള്ള മിക്സ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചില്ലി ഫ്ലേക്സും ഇറ്റാലിയൻ ഹെർബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ തന്നെ ഇതിനകത്ത് ഇനി ഇങ്ങനെ കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വര ഇട്ടിട്ട് വെക്കാം. നമുക്ക് പുതിയ മോഡൽ ഓവനിൽ കൺവെൻഷൻ മോഡിൽ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ആട്ടോ വെക്കേണ്ടത്.
അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ സക്സസ് ആവുമെന്ന് അറിയത്തില്ല, കാരണം അത് കുറേ പഴയ ഓവനാ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഒന്നും അറിയാൻ വയ്യ. ഇതാണ് നമ്മുടെ ഓവൻ. ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആകുകയാണെങ്കിൽ ഗാർലിക് ബ്രെഡ് സെറ്റാക്കാം, ഇല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരും. അത് ഓക്കെ, അപ്പോൾ നമുക്ക് ശരിയാക്കാം. ബ്രെഡ് നമുക്ക് സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കാം. 5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് പാസ്ത ചേർത്ത് കൊടുക്കാം. ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ കട്ടായി കിട്ടിയാൽ വെന്തു കേട്ടോ. അപ്പോൾ ഇത് വെന്ത ശേഷം നമ്മളിത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുവാണ്. സാധാരണ പച്ചവെള്ളമില്ലേ, പച്ചവെള്ളത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബോയിൽഡ് കോൺ എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ബ്രൊക്കോളി കൂടെ എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെറുതായിട്ട് നുറുക്കിയ 100-150 ഗ്രാം മതിയാവും ബോൺലെസ് ചിക്കനാണ്. കുഞ്ഞു കുഞ്ഞു പീസുകളാണ്. ബട്ടറിൽ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ചെറുതായിട്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുക. ശരിക്കും ഉണ്ടല്ലോ, ഇത് നീളത്തിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാനപ്പോൾ ഒരു ധാരണയില്ലാണ്ട് ഇങ്ങനെ അങ്ങ് മുറിച്ചു പോയി. അപ്പോൾ ഇതൊന്ന് വഴന്ന് കിട്ടട്ടെ. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിനി ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കട്ട കെട്ടാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കൊക്കെ കട്ട കെട്ടുമായിരിക്കും, അതൊന്നും ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. അതിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഇളക്കി ഇളക്കി കട്ടയില്ലാണ്ട് എടുക്കണം. വളരെ ലോ ഫ്ലെയിമാണ് ഞാൻ വെച്ചിട്ടുള്ള പേടിച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി 2-3 തവണ ഇളക്കിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് പാലൊഴിച്ചു കൊടുത്ത് ഫുൾ പാലൊഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു സൊല്യൂഷൻ ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ആവാൻ പോണു. ചിക്കൻ പാസ്ത റെഡി ആവാൻ പോകുന്നുണ്ട്. ഇതെന്താണ്, ഇത് ഇറ്റാലിയൻ ഹെർബ്സ് ആണ്. അതുപോലെ തന്നെ ഇത് നട്ട്മെഗ് പൗഡർ ആണ് കേട്ടോ. ഇത് പിന്നെ ഒറിഗാനോ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇട്ടാലാണ് നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നട്ട്മെഗ് പൗഡർ ആണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇത് ലോ ഫ്ലെയിം ആണ് കേട്ടോ, അത് മറക്കണ്ട. എന്നിട്ട് നമ്മളിവിടെ മൊസറല്ല ചീസാണ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം മതിയാവും. എന്നിട്ട് നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ടല്ലോ, അതെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ വെജിറ്റബിളും ചിക്കനും കൂടി ഇട്ട് കൊടുത്തു. ഇതിൽ ബോയിൽഡ് കോൺ ഇത്തിരി നമ്മുടെ കയ്യിലുള്ള അത്രയും മതി. ബ്രൊക്കോളി ഉണ്ടെങ്കിൽ അത് വേണം കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇറ്റാലിയൻ ഹെർബ്സ് ആണ് ചേർത്ത് കൊടുക്കാൻ പോണത്. അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ സെറ്റാണ്, പാസ്ത റെഡി. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അവ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് സോസ് വേണോ, ഇനി ഒഴിക്കണോ? കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ കൂടി ഉണ്ടാക്കാം. 1 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഒരു ബൗളിലേക്ക് 1 മുട്ട എടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നീളത്തിൽ മുറിച്ച് വെച്ചേക്കുന്ന ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ വെക്കാം. എന്നിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. ഒന്ന് എണ്ണ ചൂടായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ശരിക്കും ലോ ഫ്ലെയിമിൽ വെക്കണം, കാരണം ഇതിൻ്റെ പുറത്തൊന്ന് ക്രിസ്പി ആണെങ്കിലും അകത്ത് നല്ല ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോസ് മിക്സ് ചെയ്യണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ
ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ആ പൊരിച്ച എണ്ണയുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഇവിടെ തന്നെ ഉണ്ടായതാട്ടോ. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആ സോസ് മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിം ആണ് കേട്ടോ, അത് മറക്കണ്ട. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഹണി ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഹണിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എന്നിട്ട് ചിക്കൻ, നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ള് ചൂടാക്കിയതൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ നല്ല ഏട്ടാ അടിപൊളി ആയിട്ടുണ്ട്. എങ്ങനെ ആയിട്ടുണ്ട്? അപ്പൊ ഇതിന്റെ അടിപൊളി മണം കേട്ടോ, ഒരു എക്സ്ട്രാ ഇല്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരവും എരിവും ഒക്കെ മിക്സ് ചെയ്തിട്ടല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. ഗ്രേവി ഒന്നും ഇല്ല കേട്ടോ, ഇതൊരു സ്റ്റാർട്ടർ ആണ്. അപ്പൊ ഗ്രേവി ഒന്നും ഇല്ല, ഇങ്ങനെ പറക്കി പറക്കി തിന്നാൻ തോന്നുന്നുണ്ട്. അത്രയും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ക്യാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ കഴിക്കാൻ പോവാണ്. റോസപ്പൂ ഒക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു, റെഡ്. പക്ഷേ ഇപ്പം നമുക്ക് സിറ്റുവേഷൻ അതിനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ ഹാർട്ട് ഷേപ്പിലുള്ള ഇലയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ്. നമുക്ക് ക്യാൻഡിൽ എത്തിക്കാം. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. ശരിക്കും അടിപൊളി ഫീലാണ് കേട്ടോ, അല്ലേ ഏട്ടാ? നല്ല ഫീലാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കപ്പിൾസൊക്കെ എന്തായാലും ചെയ്ത് നോക്കണം. നമ്മൾ പുറത്ത് പോകണതിനെക്കാട്ടിലും സൂപ്പറാണ്. പിന്നെ ഫീൽ എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും അടിപൊളിയാണ്. പിന്നെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാനിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടായിരിക്കും എടുക്കാൻ പോണേ. ഞങ്ങൾ ഞങ്ങളുടെ ക്യാൻഡിൽ ഡിന്നർ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.